കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടിയുണ്ട് ബാക്കി. വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകത്തെ 97, ഇംഗ്ലണ്ടിനെതിരെ സെമി ഫൈനലിൽ 89. സഞ്ജു സാംസൺ എന്ന ബാറ്റ്സ്മാനുള്ള ബാറ്റിന്റെ ചൂട് ലോകം അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥ പോരാട്ടം ഇന്നാണ്. അഹമ്മദാബാദിലെ കാണികൾക്ക് മുന്നിൽ കിവീസ് കരുത്തിനെ തകർക്കാൻ സഞ്ജു ഒരുങ്ങിക്കഴിഞ്ഞു. മാറ്റ് ഹെൻറിയുടെ സ്പെല്ലുകളെ അതിജീവിച്ച് സഞ്ജു ഇന്ത്യയെ ലോക കിരീടത്തിലേക്ക് നയിക്കുമോ? നമുക്ക് നോക്കാം. ഇന്ത്യയും ന്യൂസിലാൻഡും അഹമ്മദാബാദിൽ ഏറ്റുമുട്ടുമ്പോൾ തീപാറും പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. ആതിഥേയരുടെ കരുത്ത് കാട്ടാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ നോക്കൌട്ടിലെ ഇന്ത്യക്കെതിരെ കരുത്തുറ്റ റെക്കോർഡുകളെ ആത്മവിശ്വാസത്തിലാണ് ന്യൂസിലാൻഡ് ഇറങ്ങുന്നത്. അഹമ്മദാബാദിലെ കാണികളെ നിശബ്ദരാക്കുമെന്ന് കിവീസ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ വ്യക്തമാക്കി കഴിഞ്ഞു. ഫൈനൽ പോരിനിറങ്ങുമ്പോൾ എല്ലാ കണ്ണുകളും സഞ്ജു സാംസണിലേക്കാണ്. അവസാന 2 മത്സരങ്ങളിലും കളിയിലെ താരമായ സഞ്ജുവിന് ഫൈനലിലും ഇതേ മികവ് ആവർത്തിക്കേണ്ടതായുണ്ട്. എന്നാൽ ന്യൂസിലൻഡിനെതിരായ അവസാന പരമ്പര സഞ്ജു മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമായിരുന്നു. മാറ്റ് ഹെൻറിയാണ് സഞ്ജുവിന് പ്രധാനമായും തലവേദന സൃഷ്ടിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ മത്സരത്തിന് മുമ്പ് ജോഫ്ര ആർച്ചർ സഞ്ജുവിന് ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ ആർച്ചറെ തല്ലിപ്പറത്തി ഇംഗ്ലണ്ട് പേസറുള്ള കണക്ക് സഞ്ജു കൃത്യമായി വീട്ടി. ഇനി ഹെൻറിയുടെ വെല്ലുവിളിയെ മറികടക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മുൻകണക്കുകൾ നോക്കുമ്പോൾ മാറ്റ് ഹെൻറിയുടെ 10 പന്തുകളാണ് സഞ്ജു നേരിട്ടത്. നേടിയത് വെറും 15 റൺസാണ്. 2 തവണയാണ് സഞ്ജു ഹെൻറിക്ക് മുന്നിൽ പുറത്തായത്. ഇത്തവണയും ന്യൂ ബോളിലെ ഹെൻറിയുടെ പ്രകടനം സഞ്ജുവിന് ഭീഷണി ഉയർത്തുമോ, അതോ സഞ്ജു ആർച്ചറെ പോലെ ഹെൻറിയോടും കണക്ക് വിട്ടുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മിച്ചൽ സാന്റ്നർ, ലോക്കി ഫെർഗൂസൺ എന്നിവരും സഞ്ജുവിന് വെല്ലുവിളി ഉയർത്തുമ്പോൾ ഇതിനെയും മറികടക്കാൻ സാധിക്കേണ്ടതായുണ്ട്. ആർച്ചർക്കെതിരെ സഞ്ജു പയറ്റിയ അതേ തന്ത്രം ഹെൻറിക്കെതിരെയും ഉപയോഗിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ആർച്ചറുടെ പന്തുകളെ സഞ്ജു നേരിട്ടത് ബാറ്റിംഗിൽ വരുത്തിയ സാങ്കേതികമായ ഒരു മാറ്റത്തിലൂടെയാണ്. ബാറ്റിംഗിൽ സ്വിംഗ് കൊണ്ടുവന്ന് എതിർ ബൗളറുടെ വേഗത്തെ നന്നായി ഉപയോഗപ്പെടുത്താൻ സഞ്ജുവിന് സാധിച്ചു. തൻ്റെ കൈക്കരുത്തിനെ മാത്രം ആശ്രയിക്കാതെ ബൗളറുടെ വേഗത്തിനനുസരിച്ച് ഷോട്ട് പായിക്കാൻ മലയാളി താരത്തിന് സാധിച്ചു. ഇതേ തന്ത്രമാവും ഹെൻറിക്കെതിരെ സഞ്ജു പായിറ്റാൻ സാധ്യത. ഷോട്ട് ബോളുകൾ സഞ്ജുവിനെ പ്രയോഗിക്കാനും സാധ്യതയുണ്ട്. സഞ്ജുവിൻ്റെ സമീപകാലത്തെ ഷോട്ട് തിരഞ്ഞെടുപ്പും മെച്ചപ്പെട്ടിട്ടുണ്ട്. എല്ലാ പന്തുകളെയും കടന്നാക്രമിക്കാതെ വിക്കറ്റ് കാത്തു കളിക്കാൻ ശ്രമിക്കുന്നതാണ് കഴിഞ്ഞ 2 മത്സരത്തിലും മികച്ച പ്രകടനം നടത്താനും മാച്ച് വിന്നറാവാനും കാരണം. ഇതേ ശൈലി തന്നെയാവും ന്യൂസിലൻഡിനെതിരെയും സഞ്ജു പുറത്തെടുക്കുകയെന്ന് പ്രതീക്ഷിക്കാം. സഞ്ജുവിന് ഇപ്പോൾ സമ്മർദ്ദത്തെ മറികടക്കാൻ സാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, മികച്ച ഫോമിലുമാണ്. ഇത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. അഭിഷേക് ശർമ്മ മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ പ്രകടനവും ഇന്ത്യയുടെ തുടക്കവും വളരെ പ്രധാനപ്പെട്ടതാണ്. അഹമ്മദാബാദിൽ 36 ബാറ്റിംഗ് ശരാശരി സഞ്ജുവിനുണ്ട്. ഇത് ആത്മവിശ്വാസം നൽകുന്നു. കൂടാതെ അഹമ്മദാബാദിലെ സാഹചര്യം ബാറ്റിങ്ങിന് അനുകൂലമാണ്. ടോസ് മത്സരത്തിൽ നിർണായകമാവും. ആദ്യം ബാറ്റ് ചെയ്യാനാവും ടോസ് നേടുന്ന ടീം ശ്രമിക്കുക. എന്തായാലും സഞ്ജുവിനെ പൂട്ടാൻ കിവീസ് തന്ത്രം മെനയുമ്പോൾ അതിനെ പൊളിക്കാൻ മലയാളി താരത്തിന് സാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഫൈനലിലും ഹീറോയായി സഞ്ജുവിടെ ഇന്ത്യക്ക് കപ്പിലേക്ക് എത്താനായാൽ അത് ചരിത്രമാവും. മലയാളി ഭാഗ്യം വീണ്ടും ഇന്ത്യയെ തുണക്കുമെന്ന് കാത്തിരുന്ന് കാണണം. കണക്കുകൾ ന്യൂസിലാൻഡ് അനുകൂലമാവും, പക്ഷേ ഫോം സഞ്ജുവിനൊപ്പമാണ്. സാങ്കേതികമായി വരുത്തിയ മാറ്റങ്ങളും പക്വതയേറിയ ഷോട്ട് സെലക്ഷനും സഞ്ജുവിനെ ഒരു കംപ്ലീറ്റ് പാക്കേജിലേക്ക് മാറ്റിയിരിക്കുന്നു. ആർച്ചറെ നേരിട്ട അതേ ആത്മവിശ്വാസം ഹെൻറിക്കെതിരെയും പുറത്തെടുത്താൽ അഹമ്മദാബാദിൽ ഇന്ത്യക്ക് തടസ്സങ്ങളുണ്ടാകില്ല. അഹമ്മദാബാദിലെ പിച്ചും സഞ്ജുവിൻ്റെ നിലവിലെ ഫോമും കൂടിച്ചേരുമ്പോൾ ഇന്ത്യക്ക് വലിയൊരു ആത്മവിശ്വാസം തന്നെയുണ്ട്. മാറ്റ് ഹെൻറിയുടെ സ്പെല്ലുകളെ സഞ്ജു അതിജീവിച്ചാൽ കിവീസിൻ്റെ തന്ത്രങ്ങൾ പാളുമെന്ന് ഉറപ്പാണ്. മലയാളിക്കരത്തിൽ ഇന്ത്യ 2026 ലോക കിരീടം ഉയർത്തുന്ന ആ ചരിത്ര നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.